ഡേ 3, വെൽക്കം ടു ഡേ 3. ഇന്ന് നമ്മൾ ലെഗ് ഡേ ആണ്. നമ്മൾ ഫസ്റ്റ് ഡേ പറഞ്ഞ പോലെ ഇഞ്ചുറി പിന്നെയും കിട്ടി. ഇന്നലെ കോച്ചായിട്ടുള്ള വർക്കൗട്ട് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. റിഗാർഡ്ലെസ് ഓഫ് ഇഞ്ചുറി ഇന്ന് നമ്മൾ എന്തായാലും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ ലെഗ് ഡേ ആണ്, അതുകൊണ്ട് ഓവർ ഇന്റൻസിറ്റി ചെയ്യാൻ പറ്റില്ല, ഒരു മോഡറേറ്റ് ഇന്റൻസിറ്റി ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് പയ്യൻ ഒരു പുതിയ പുഷപ്പ് ആയിട്ട് വന്നത്. ചെയ്ത് കാണിച്ചേ. ഇങ്ങനെ തലയിൽ പിടിക്കണമെന്നാണ് അവൻ പറയുന്നത്. ഇങ്ങനെയാണോ? കാലും ആദ്യം അടിച്ച് ബാക്കി പോയി തിരിച്ചു വന്ന് പൊങ്ങണം. സിമ്പിൾ. വെക്കണ്ട, കുറച്ച് അടുത്ത് വെച്ചു ഇനി അടിച്ചു. അത്രേ ഉള്ളു, അത് തന്നെ. സിമ്പിൾ സിമ്പിൾ. കണ്ട കാഴ്ച, വെറുതെ അവിടെ ഒരു ഡെഡിക്കേഷൻ ഇതായിരിക്കുക. ചുമ്മാ വരും, കുറെ വെള്ളം കുടിക്കും, എന്തോ കുറച്ച് വെയിറ്റ് എടുത്ത് വെക്കും. ഡെഡിക്കേഷനും ഇല്ല, വർക്കൗട്ടും ഇല്ല, ഒന്നുമില്ല. നമ്മളിവിടെ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒറ്റ പയ്യനുള്ളത് അവനെ. പ്രിൻസിൻ നിബ്രാസ് എല്ലാം ഇവിടെ ഇപ്പൊ. ട്രാൻസ്ഫർമേഷൻ പറഞ്ഞ കുറെ ദിവസമായല്ലോ, എല്ലാം നടക്കോ? എന്റെ ട്രാൻസ്ഫർമേഷൻ നടക്കുന്നുണ്ട്. എവിടെ? കണ്ടോ? അതിന് ആദ്യം വർക്കൗട്ട് ചെയ്യണം, എന്നിട്ട് ഫുഡ് കഴിക്കണം, ഡയറ്റ് ചെയ്യണം. ഇത് എഡിറ്റ് ചെയ്യണം, ഇതെന്തായാലും വേണം. പ്രിൻസിന്റെ ഉള്ളിലെ മടിയന് ലോകം അറിയട്ടെ. എന്റെ കൂടെ ട്രാൻസ്ഫർമേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു എന്റെ ഡേ 3 ആയത് അവിടെ ആട്ടിക്കൊണ്ടിരിക്കുക. അതിട്ടോ, കുഴപ്പമില്ല, എന്തായാലും പ്രശ്നമില്ല. വല്ലതും നടക്കുവോ? എന്നിട്ട് ഞാൻ ചെയ്ത് തീർന്ന്. ഇവിടെ തോളുവേനാന്ന് പറഞ്ഞ് ചെയ്യാതെ വീട്ടിൽ പോയ ടീമൊക്കെയാ. ഇന്നലെ ആ വേദന സഹിച്ച് ബെൽറ്റ് മുറുക്കി കെട്ടി ഞാൻ ചെയ്ത്. ഡെഡിക്കേഷൻ നീ കണ്ടില്ലേ? ഡെഡിക്കേഷൻ ഇവിടെ കണ്ടിട്ടുണ്ടോ നീ? ഡെഡിക്കേഷൻ ക്യാമറ കാണിക്ക്. ദയോ പുള്ളിക്കോ ഈ സാധനം സൂമ് വെക്കണം. മറ്റേ സൂപ്പർ സെറ്റും മറ്റേ ഡ്രോപ്പ് സെറ്റോട് ഒരുമിച്ച് 100 നമ്പർ ആ ഒരു സെറ്റ് ബൈസെപ്സിന് പോയത്. മൈ ഗോഡ്. ഈ ആഴ്ച പ്രിൻസ് ഞാനിവിടെ ആ സെയിം വർക്കൗട്ട് റിപ്പീറ്റ് ചെയ്യും. ഇന്നലെ കോച്ചുമായിട്ടുള്ള വർക്കൗട്ട് നിങ്ങൾക്ക് കാണാം ഗൈസ്. ബോഡി ബിൽഡിങ് വരുമ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇഞ്ചുറി കാരണം. പണ്ടെന്ന് പറഞ്ഞാൽ ബെഞ്ച്, സ്കോട്ട്, ഡെഡ്, ജിമ്മിലൊക്കെ റെക്കോർഡ് വരെയിട്ടിട്ടുണ്ട്. വെയിറ്റ് ഒക്കെ ഇവിടെ പറഞ്ഞ് നിങ്ങൾ പറയും തള്ളുവാന്ന്. അത് തള്ളുവാന്ന് പറയുന്നത് എന്റെ മറ്റേ അക്കൗണ്ടിൽ കയറി താഴെ പോയി നോക്കണം, കുറെ വീഡിയോസ് കിട്ടും. 100, 150, 200, 250 ഒക്കെ അടിക്കുന്നത്. അപ്പം ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇഞ്ചുറി വരാതെ സൂക്ഷിക്കുക. ഇഞ്ചുറി വന്നാൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടല്ല, നമുക്ക് ആ ഒരു പഴയ വെയിറ്റുകൾ എടുക്കാൻ പറ്റത്തില്ല. അത് വിഷമമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആ വിഷമം ഉണ്ടായിരിക്കട്ടെ ഗൈസ്. ഇറ്റ് റിയലി സക്സ്. കണ്ടോ? എന്ത് പറയാനാ, ഇങ്ങനെയാണെന്നോ വർക്കൗട്ടും ചെയ്യാനാ, ചുമ്മാ ആട്ടിയായിട്ട്. എനിക്കതേ പറയാനുള്ളൂ. എന്റെ കൂടെ ട്രാൻസ്ഫർമേഷൻ ചെയ്യുമെന്ന് പറഞ്ഞ കുറെ ടീമുകൾ ഇവിടെ നിപ്പുണ്ട്. എന്നാലും എന്താ ട്രാൻസ്ഫർമേഷൻ ആരാ ചെയ്യുന്നേ? ഇതിപ്പോ ഞാൻ ഇപ്പൊ ഷട്ടൂരിയ ഷിസ്പാക്കോ എന്റെ ഞാൻ ഇപ്പൊ 2 months ട്രാൻസ്ഫർമേഷൻ ഇപ്പൊ ചെയ്യും. ചുമ്മാര് ഡയറ്റ് ഒന്നും നോക്കത്തില്ല, ചുമ്മാ എല്ലായിടത്തും പോയി കഴിച്ചോണ്ടിരിക്കുക. ഏത് ഡയറ്റ് ഒന്ന് പറഞ്ഞേ, ഡയറ്റ് പറഞ്ഞേ. നമ്മുടെ ഓഡിയൻസിന് വേണ്ടിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഏത് ഡയറ്റാ ഫോളോ? ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് ഒന്ന് പറഞ്ഞേ. വൈകിട്ട് ഒന്ന് വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഒരു ഷവായി കഴിക്കുക, അതാണ് ഡയറ്റ്. അതൊക്കെ എനിക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. വെറുതെ ജിമ്മിൽ വന്ന് വെയിറ്റ് നോക്കിയിട്ടൊന്നും കാര്യമില്ല, എല്ലാം ഫുഡ് കഴിക്കണമെങ്കിലേ കാര്യമുള്ളൂ. ഒരു 4 നേരമെങ്കിലും തിന്നേണ്ടി വരും. നിങ്ങളൊരു മസിൽ ബിൽഡിങ്, ബോഡി ബിൽഡിംഗ് ആണ് നോക്കുന്നെങ്കിൽ ഒരു 4 നേരമെങ്കിലും കഴിക്കണം. അതിൽ ഈ പറഞ്ഞ പോലെ മോഡറേറ്റ് പ്രോട്ടീൻ, മോഡറേറ്റ് കാർബ്സ്, മോഡറേറ്റ് ഫാറ്റ്സ്, ഇതെല്ലാം ആഡ് ചെയ്തിട്ടാണ് കഴിക്കാൻ. പിന്നെ ഓരോരുത്തർക്ക് അവരവരുടെ ഗോളിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ചിലർക്ക് ഇപ്പൊ കട്ടിങ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ പ്രോട്ടീനോ, മോഡറേറ്റ് പ്രോട്ടീനോ, ലോ കാർബ് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ഇതെല്ലാം ചെയ്യാം. എന്തെങ്കിലും ചെയ്താലും ഡയറ്റ് കറക്റ്റ് ആയിരിക്കണം. പ്രോട്ടീൻ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണം. ചുമ്മാ ജിമ്മിൽ വന്നോണ്ട് മാത്രം കാര്യമൊന്നുമില്ല, മസിലൊന്നും വരത്തില്ല. ഫ്രോഡ് ഞാൻ പറഞ്ഞില്ലേ, പ്രിൻസ് ഉടായ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതാ
നമ്മളിന്ന് പ്രിൻസിനെ വർക്കൗട്ട് ചെയ്യിക്കാൻ പോവാണ്. പ്രിൻസിന്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തരുന്നതിന് പ്രിൻസിനോടുള്ള നന്ദി ഇന്നത്തെ ലെഗ് വർക്കൗട്ടിലൂടെ ഞാൻ അറിയിക്കും. പ്രിൻസ് മുങ്ങി ഗൈസ്. വാ, ഓപ്പൺ വെല്ലുവിളിയാ ഈ വീഡിയോ. പ്രിൻസ് എഡിറ്റ് ചെയ്യില്ല, വേറെ ആളെ കൊണ്ട് ഞാൻ BTS തരും നിങ്ങൾക്ക്. കയറി 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 കയറി, നിന്റെ സെറ്റ് കയറി. വേണ്ടാടാ, അത് മതി. കയറി കയറി. പ്രിൻസ് വെല്ലുവിളി സ്വീകരിക്കാത്തവനാണെന്ന് ആൾക്കാരറിയും. ബാ ബാ ബാ. ഇല്ല, ബാ. ശൗര്യം കൂടിയ പാട്ടിടാനാണോ? ശൗര്യമൊക്കെ ഞാൻ തന്നാളാ. അടി കാലി വെക്ക്, ബെൽറ്റ് ഇട്. ഇങ്ങനെ പിടിക്കാൻ. ബാ. പോവാൻ കയ്യ മുട്ടണേ. മോളി വെച്ചാ ആ നമ്പർ കൂട്ടത്തില്ല, താഴെ വെക്കണം. മോളി വെച്ചാ നമ്പർ കൂട്ടത്തില്ല, മോളി വെച്ചാ നമ്പർ കൂട്ടത്തില്ല, താഴെ ഹോൾഡ് ചെയ്യാം. 2 3. കൊള്ളാം, പോട്ടെ പോട്ടെ. 4 മോളി വെച്ചാ നമ്പർ കൂട്ടത്തില്ല. 3 പോയി. 3 1 4 3. വാ 7 8 വാ. ഒന്നുമില്ല. ഈസി റെപ്പ്. 8 9 വാ 9. പമ്പോ. ഒറ്റ സെറ്റ്. ബാ 10 5 more. അടി ഇല്ലില്ല. പൊക്ക്. ഒന്നുമില്ല. പൊക്ക്. ഒറ്റ മൈൻഡ്. എന്നാ ഒരു ഡ്രോപ്പ് ഇട്ടേ. ഡ്രോപ്പ് സെറ്റ്. എന്റെ കരച്ചിലാണ്ട് ഇന്നലെ ചിരിച്ച ടീമാണ്. കോച്ച് വരൂ. വാ. പയ്യെ. കൺട്രോൾ 2 കൺട്രോൾ 3. ബാ 4 ഈസി 4 ബാ. 3 പോയി. 3 4 ബാ. 4 5 ബാ. ഈസി 5 more. ഒന്നുമില്ല. 5 more. എന്നിട്ട് ഡ്രോപ്പ് വരാം. ഇത് വിളിക്കോ. എന്തുവാ ഇവിടെ? എന്തുവാ അടുത്ത ഡ്രോപ്പ്? വാ കേറ്. കുറച്ചാളോട് ലെഗ് ചെയ്തപ്പോ എന്താ സന്തോഷം. അടുത്ത ദിവസങ്ങൾ നമ്മൾ ഹെവി ലെഗ് ട്രെയിനിങ്ങിലോട്ട് എത്തും. ട്രൈമിലിപ്പോടെ വർക്കൗട്ട് ചെയ്യണം. ഇന്ന് കുറച്ച് വീഡിയോസാണ് ഞാൻ കാണിച്ചു തരാം. പഴയ പീക്ക് കോമ്പറ്റീഷൻ ഡേയ്സ്, പ്രപ്പ് ഡേയ്സ് അവിടോട്ട് എത്തുന്നുണ്ട്. ബാക്ക് ടു ബോഡി ബിൽഡിംഗ് ഡേയ്സ്. ബോഡി ബിൽഡിംഗ് സമയത്തെന്ന് പറഞ്ഞാൽ മാറി കഥ കയറപ്പോ. ബോഡി ബിൽഡിംഗ് സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ഗ്യാങ് ഉണ്ടാവും. എല്ലാവരും പാതമാരാ. ഒരുത്ത 100 ഇട്ടാൽ അടുത്തവന് 120 ഇടണം, 120 ഇട്ടാൽ 150. ഇതെല്ലാം റപ്പാ. 2-3 റപ്സ് ഒന്നുമല്ല. 10 12 15. അന്നൊക്കെ ഭ്രാന്തായിരുന്നു. തള്ളാന്ന് പറയുന്നവർക്ക് ഒരു 100 കിലോ പോലും കാത്തിരിക്കുന്നവര് തള്ളാന്ന് പറയും. ഓ മസിൽ ക്യാച്ചായി. ഓ കണ്ണ് കിട്ടി. ക്യാച്ചായി ഗൈസ്. മസിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ വരും ഗൈസ്. വെറുതെ കാറ്റുള്ള വരുന്നവരൊക്കെ ഇത് അങ്ങനെ പയറുവാൻ നടക്കും. സീൻ കിട്ടി. പണി കിട്ടി. ക്യാച്ചായി. ഇതൊക്കെ ചെയ്യണം. ഡേ ഒന്ന് വന്നേ. കളിക്കല്ലേ. അതാ പ്രശ്നം.